ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തീ നരകവും തീ പൊയ്കയും ഒന്നാണോ? പുഴു ചാകാത്തതും തീ കെടാത്തതുമായ ഗന്ധക തീ പൊയ്കയും രണ്ടാമത്തെ മരണവും ഒന്നാണോ? ഈശോ നരകത്തിലേക്ക് ഇറങ്ങി എന്ന് പറയാതെ ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ല. ഇതൊരു നല്ലൊരു കമൻ്റാണ്. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് താഴെ ഇട്ടിരിക്കുന്നൊരു കമൻ്റാണ്. വളരെ നല്ലൊരു കമൻ്റാണിത്. പക്ഷെ അതേസമയം വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നത് ഹി ഡിസെൻഡഡ് ടു ദ ഹെൽ എന്നാണ്. അവൻ നരകത്തിലേക്ക് ഇറങ്ങി എന്നാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് ഷിയോൾ എന്നാണ്. ഷിയോൾ. ഗ്രീക്ക് വാക്ക് ഹാദസ്. അതിൽ നിന്ന് ഇംഗ്ലീഷിൽ ഹാദിസ് എന്നും പറയും. ഹെയ്ഡ്സ് എന്നും നമുക്ക് ചിലപ്പോൾ തോന്നുന്നു സ്പെല്ലിങ്. HADES. ഷിയോൾ. SHEOL. ഷിയോൾ അല്ലെങ്കിൽ ഹാദസ് ഷിയോൾ എന്ന ഹീബ്രു വാക്കിനും ഹാദസ് എന്ന ഗ്രീക്ക് വാക്കിനും പാതാളം, നരകം എന്നെല്ലാം പര്യായ പദങ്ങളാണ്. അപ്പോൾ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിയെന്നും നരകത്തിലേക്ക് ഇറങ്ങിയെന്നും ഇംഗ്ലീഷിലേക്ക് ഈ ഡിസെൻഡ് ദ ഹെൽ എന്നാണ്, നരകത്തിലേക്ക് ഇറങ്ങിയെന്നാണ്. അപ്പോൾ എനിക്കത് മാറ്റാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ സംശയം മാറുന്നുമില്ല. ഈ തീ പൊയ്ക, ഗന്ധക തീ പൊയ്ക എന്നെല്ലാം വെളിപാട് പുസ്തകം വിളിക്കുന്ന ഒരു തീ നരകമുണ്ടല്ലോ, ആ തീ നരകത്തിലേക്കാണോ ഈശോ മരിച്ചതിന് ശേഷം ഇറങ്ങിയത്? ഇതാണ് ചോദ്യം അല്ലെങ്കിൽ സംശയം. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും ഇതുതന്നെയാണ്. ഈശോ നരകത്തിലേക്ക് ഇറങ്ങിയതിനെക്കുറിച്ച് അനേകം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അനേകം. അവ കേട്ടവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അത് കേട്ടപ്പോൾ ഉണ്ടായ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അത് കേൾക്കാത്തവർ അത് കേട്ടിട്ട് വേണം ഈ വീഡിയോ കാണാനെന്ന് ഞാൻ സവിനയം അപേക്ഷിക്കുന്നു. നമുക്കിത് കാര്യത്തിലേക്ക് വരാം, സംശയത്തിലേക്ക് വരാം. വെളിപാട് പുസ്തകം 20-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മരണവും പാതാളവും തീ പൊയ്കയിലേക്ക് എറിയപ്പെട്ടു. ഈ തീ പൊയ്കയാണ് രണ്ടാമത്തെ മരണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഏവനും തീ പൊയ്കയിലേക്ക് എറിയപ്പെട്ടു. ആദ്യമേ ഓർക്കേണ്ടത് വെളിപാട് പുസ്തകം 20-ാമത്തെ അധ്യായം, ഈ വചനം അന്തിമവിധിയെക്കുറിച്ചാണ്. അന്തിമവിധി, കർത്താവിൻ്റെ ദ്വിതീയാഗമനം കഴിഞ്ഞിട്ടുള്ള അന്തിമവിധി. അത് മനസ്സിൽ ഓർത്താലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. ഇത് അന്തിമവിധിയെക്കുറിച്ചാണ്. അത് മനസ്സിൽ പോകരുത്. മരണവും പാതാളവും തീ പൊയ്കയിലേക്ക് എറിയപ്പെട്ടു. മരണവും നരകവും തീ പൊയ്കയിലേക്ക് എറിയപ്പെട്ടു. വ്യത്യാസം മനസ്സിലായോ? മരണവും പാതാളവും അല്ലെങ്കിൽ മരണവും നരകവും തീ പൊയ്കയിലേക്ക് എറിയപ്പെട്ടു. അങ്ങനെയാണ് വെളിപാട് 20:14. മരണം അതിനുപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ഹോ തനാത്തോസ്. നമ്മൾ എവുത്തനാസിയ എന്നൊക്കെ പറയില്ലേ, ദയാവധം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കും. എവു എന്ന് പറഞ്ഞാൽ എവാങ്കേലിയോൺ, എവു നല്ലത്, സു എന്നർത്ഥം. തനാത്തോസ് മരണം, നല്ല മരണം എന്നാണ് ദയാവധത്തിനുള്ള യൂത്തനാസിയ എന്നൊക്കെ പറയുന്നത്. തനാത്തോ അതൊക്കെ ഗ്രീക്ക് വാക്കാണ്. എവു എന്നുള്ളതും തനാത്തോസ് എന്നുള്ളതും ഗ്രീക്ക് വാക്കാണ്. എവു പ്ലസ് തനാത്തോസ് ആണ് യൂത്തനാസിയ ദയാവധം എന്നതിന് ഉപയോഗിക്കുന്നത്. നല്ല മരണം എന്നാണ് അതിൻ്റെ ആക്ഷരികം. തനാത്തോസ് എന്ന് വെച്ചാൽ മരണം. ഹോ തനാത്തോസ് എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നു. മരണത്തെ ഒരു ആളായി സങ്കല്പനം ചെയ്തിരിക്കുന്നു, ഒരു ആളായിട്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ സമയമായി, അയാളുടെ സമയമായി, മരിക്കാനുള്ള സമയമായി ഇല്ലേ, കാലമായി എന്നതിന് പകരം എന്താ പറയുക? കാലൻ വന്നു. കാലൻ, പോത്തിൻ്റെ പുറത്തിരുന്ന കാലൻ വന്നു. ഹിന്ദു സഹോദരന്മാർ പറയില്ലേ, കാലം, സമയം എന്നതിനെ ഒരാളായി സങ്കല്പിച്ച് കാലൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാലം എന്ന വാക്കിനെ കാലൻ, ഒരാളായി സങ്കല്പിച്ച്. അതേ സെൻസാണ് ഇവിടെ. മരണത്തെ ഒരാളായി സങ്കല്പിച്ചിരിക്കുകയാണ്. അതാണ് ഈ മരണവും എന്ന് പറയുന്നത്. പാതാളം അല്ലേ, ഹാദസ് എന്നാണ് ഗ്രീക്ക്. ഹാദസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഹേദീസ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. ഹേദീസ്. ഹീബ്രുവിൽ ഷിയോൾ. പാതാളമെന്നും നരകമെന്നും തർജ്ജമ.
യേശു ഈശോ നരകത്തിലേക്ക് ഇറങ്ങി എന്ന് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുമ്പോൾ മരിച്ചവരുടെ താവളത്തിൽ തന്നെ കാത്തിരുന്ന പഴയ നിയമത്തിൽ വിശുദ്ധന്മാരുടെ നീതിമാന്മാരുടെ അടുക്കലേക്ക് പോയി എന്നും അവരെ രക്ഷിച്ചുവെന്നും നരകത്തിന്റെ ശക്തിക്ക് പരിധി കൽപ്പിച്ചുവെന്നുമാണ് അർത്ഥം. നരകത്തിന്റെയും മരണത്തിന്റെയും താക്കോലുകൾ കർത്താവിന്റെ കയ്യിലാണ്. വെളിപാട് പുസ്തകം 1:18. ഇതേക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണ് ഈ വീഡിയോ. അപ്പോൾ യേശു നരകത്തിലേക്ക് ഇറങ്ങി, പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് ഉപയോഗിക്കുന്ന വാക്ക് ഹീബ്രുവിൽ ഷിയോൾ എന്നും ഗ്രീക്കിൽ ഹാദസ് എന്നുമാണ്. ഇംഗ്ലീഷിൽ ഹേദിസ് എന്നാണ്. HADES. ഇവിടെ വെളിപാട് പുസ്തകം 20:14 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷിയോൾ എന്നോ ഹാദസ് എന്നോ അല്ല. പാതാളം, നരകം എന്നീ അർത്ഥമുള്ള വാക്കല്ല. തീ പൊയ്ക എന്നാണ്. തീ പൊയ്ക. ഗ്രീക്കിൽ പറയുകയാണെങ്കിൽ ഹേ ലിംനെ ടു പ്യൂറോസ്. ഹേ ലിംനെ ടു പ്യൂറോസ്. ഞാനത് ഡിസ്ക്രിപ്ഷൻ അത് എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് സ്പെല്ലിംഗ് കിട്ടും. ലിംനെ എന്ന് പറഞ്ഞാൽ തടാകം, പൊയ്ക എന്നൊക്കെ അർത്ഥം. പ്യൂറോസ് എന്ന് പറഞ്ഞാൽ തീ പൊയ്ക, തീ തടാകം, അഗ്നി തടാകം. അപ്പോൾ ഈ 20 വെളിപാട് 20:10 അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീ പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനമേൽക്കേണ്ടി വരും. അതായത് 20:10 ഈ 20:14 തീ പൊയ്ക എന്ന് പറഞ്ഞിട്ട് 20:10 പറഞ്ഞിരിക്കുക. അതിന് 4 വചനങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നത് ഗന്ധക തീ പൊയ്ക എന്നാണ്. തീ പൊയ്ക എന്ന് 20:14 പറഞ്ഞിട്ട് അതിന് മുൻപ് തന്നെ പറഞ്ഞിരിക്കുന്നത് 20:10 പറഞ്ഞിരിക്കുന്നത്, വെളിപാട് പുസ്തകം 20:10 പറഞ്ഞിരിക്കുന്നത് ഗന്ധക തീ പൊയ്ക എന്നാണ്. ഗന്ധക തീ പൊയ്ക. അതിൻ്റെ ഗ്രീക്ക് വാക്കെന്ന് പറയാം, എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഹേ ലിംനെ ടു പ്യൂറോസ് ഖായ് തെയ്യു എന്നാണ്. ഈ വാക്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനത്ത് എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്പെല്ലിംഗ് കിട്ടും. ഹേ ലിംനെ ടു പ്യൂറോസ് ഖായ് തെയ്യു. ലിംനെ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, തടാകം, പൊയ്ക. പ്യൂറോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു, അഗ്നി അല്ലെങ്കിൽ തീ. പിന്നെ ഉപയോഗിക്കുന്നത് ഗന്ധകം നമുക്കറിയാം, സൾഫർ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, സൾഫർ. പക്ഷെ അതിൻ്റെ ഗ്രീക്ക് വാക്ക് കേട്ട് നമ്മൾ വിസ്മയിച്ചു പോകും, ഞെട്ടിപ്പോകും. തെയ്യോൺ എന്നാണ്. തെയ്യോൺ ഗ്രീക്ക് അല്പമെങ്കിലും അറിയുന്നവർക്ക് മനസ്സിലാകും. തെയ്യോൺ എന്ന വാക്ക് തെയോസ് എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദൈവം എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് തെയ്യോൺ. അപ്പം നമുക്കിത് എന്താണ് ഈ തെയ്യോൺ എന്ന ഗന്ധകം എന്ന വാക്കിന് തെയ്യോൺ എന്നാണ് ഗ്രീക്ക് വാക്ക്. ഗന്ധകം എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നതാണ്. അപ്പം തെയ്യോൺ എന്ന വാക്കിൻ്റെ ആഴത്തിലേക്ക് കടന്നാൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് എന്താണ് ഈ ഗന്ധക തീ പൊയ്ക എന്ന്. ആദ്യമേ നമുക്ക് പ്രകൃതിയിൽ നോക്കുക. പ്രകൃതിയിൽ കാണപ്പെടുന്നതും മഞ്ഞ നിറമുള്ളതുമായ ഒരു അലോഹ ധാതു വസ്തുവാണ് ഗന്ധകം. അലോഹം വെച്ചാൽ നോൺ മെറ്റൽ. ഈ പഴയ നിയമത്തിൽ ബ്രിംസ്റ്റോൺ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കത്തുന്ന കല്ല്, ബ്രിംസ്റ്റോൺ, കത്തുന്ന കല്ല് എന്നതിൻ്റെ അർത്ഥം. അതായത് ഗന്ധകപ്പാറ, കത്തുന്ന കല്ല്. ഈ സോദോം ഗോമോറയെ നശിപ്പിക്കാനായിട്ട് തീയും ഗന്ധകവും സൾഫറും അഗ്നിയും. പക്ഷെ അവിടെ ഉപയോഗിക്കുന്നത് ബ്രിംസ്റ്റോൺ എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, കത്തുന്ന കല്ല്. എന്താണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഒറിജിനൽ അർത്ഥം? തെയ്യോൺ എന്ന വാക്കിൻ്റെ ഒറിജിനൽ അർത്ഥം ആകാശത്ത് നിന്നുള്ള അഗ്നിയായ മിന്നലിനെയാണ് ഇത് മൗലികമായി സൂചിപ്പിച്ചിരുന്നത്. ഇടിയും മിന്നൽ അത് അഗ്നിയാണല്ലോ. മിന്നൽ അഗ്നിയാണ്. അപ്പോൾ ആ അഗ്നിക്ക് അന്തരീക്ഷത്തെ ശുദ്ധമാക്കാനും മണ്ണിനെ വീണ്ടും ഫലപുഷ്ടമാക്കാനും മിന്നലിന് കഴിവുണ്ട്. നൈട്രജൻ, ഓക്സിജൻ, നീരാവി, ശുദ്ധീകരണ ശക്തിയുള്ള ഹൈഡ്രോക്സിൽ എന്നിവയെല്ലാം മിന്നലുണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പ്രകൃതിയിൽ ദൈവം നടത്തുന്ന ശുദ്ധീകരണ പ്രക്രിയയാണിത്. അതേസമയം കത്തിച്ച് കരിച്ച് കൊല്ലാനും നശിപ്പിക്കാനും മിന്നലിന് കഴിയും. അതിനാൽ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനായ ദൈവം എന്നർത്ഥമുള്ള തെയോസ് എന്ന വാക്കിനോട് ബന്ധപ്പെടുത്തി തെയ്യോൺ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള അഗ്നിയാണ് മിന്നൽ എന്ന സങ്കല്പത്തിൽ മിന്നലിന് ഉപയോഗിച്ച വാക്കാണ് തെയ്യോൺ. പക്ഷേ മിന്നലുണ്ടാകുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ, ശുദ്ധീകരണ പ്രക്രിയയുള്ള ഹൈഡ്രോക്സിൽ, ഇങ്ങനെ നിരവധിയായ സംഗതികൾ ഉണ്ടാകുന്നത് കൊണ്ട് പ്രകൃതിയിൽ തന്നെ ശുദ്ധീകരണത്തിന് നശിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ട് അതിന് തീ എന്നും
ഗന്ധകമെന്നും ഒക്കെ അർത്ഥമുള്ള വാക്ക് കൊടുത്തിരിക്കുന്നു. പക്ഷെ ഗ്രീക്കിൽ തെയ്യോൺ എന്നാണ്. തെയ്യോൺ, ദൈവികം എന്നാണ് വാക്കിനർത്ഥം. ഗന്ധകം എന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, അല്ലെങ്കിൽ കത്തുന്ന കല്ലെന്നൊക്കെയാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷെ ആത്യന്തികമായിട്ടത് മിന്നലിനെ സൂചിപ്പിച്ചത് കൊണ്ട് ദൈവികമായ അഗ്നി എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഗ്രീസിലെ ക്ഷേത്രങ്ങളിലും മറ്റും പകർച്ചവ്യാധികളെ അകറ്റി നിർത്താൻ ഗന്ധകം, സൾഫർ കത്തിച്ചിരുന്നു. ശുദ്ധീകരിക്കാനുള്ള ഗന്ധകത്തിന്റെ കഴിവ് അംഗീകരിക്കപ്പെട്ടതിനാൽ, ഈ മിന്നലിനും ശുദ്ധീകരിക്കാൻ കഴിവുള്ളതിനാൽ തെയ്യോൺ എന്ന വാക്ക്, അതായത് ദൈവത്തിൽ നിന്ന് വരുന്ന അഗ്നി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. തെയ്യോൺ എന്നാണ് ഗന്ധകത്തിന്റെ വാക്ക് ഗ്രീക്കിൽ. നമ്മൾ ഗ്രീക്ക് വാക്ക് അറിഞ്ഞാലാണ്, ഇപ്പം ഗന്ധകം, സൾഫർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുഴുവൻ ആഴം മനസ്സിലാകില്ല. തെയ്യോൺ, തെയോസ് എന്ന് വെച്ചാൽ ദൈവം, തെയോസ് ദൈവം, തെയ്യോൺ ദൈവത്തിൽ നിന്നുള്ള അഗ്നി. മിന്നലിനെ സൂചിപ്പിക്കുന്ന ആ വാക്ക് പിന്നീട് ഗന്ധകത്തിന് ഉപയോഗിക്കുക. അങ്ങനെ ഗന്ധകത്തിന് ഒരു ദൈവികമായ സൂചന അല്ലെങ്കിൽ അർത്ഥം കൈവരുന്നത് കൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ഗന്ധകം കത്തിച്ചിരുന്നത്. ഞാൻ ഒന്നുകൂടി പറയാണ്, ഒരു വശത്ത് ശുദ്ധീകരിക്കാനും മറുവശത്ത് നശിപ്പിക്കാനുള്ള കഴിവ് അഗ്നിക്കും ഗന്ധകത്തിനുണ്ട്, ഇല്ലേ? അഗ്നിക്കുണ്ട്, ഗന്ധകത്തിനുണ്ട്. നശിപ്പിക്കുന്ന ശക്തി എന്ന അർത്ഥത്തിൽ തീയും ഗന്ധകവും എന്ന പ്രയോഗം തന്നെ BC 8-ാം നൂറ്റാണ്ടിൽ ഒഡീസി എന്ന രചനയിൽ ഹോമർ, ഗ്രീക്ക് സാഹിത്യകാരൻ, കവി ഹോമർ ഉപയോഗിച്ചിട്ടുണ്ട്. നിത്യ നരകാഗ്നിയുടെ പര്യായമായിട്ടാണ് വെളിപാട് പുസ്തകത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹേ ലിംനെ ടു പ്യൂറോസ് കായ് തെയ്യോൺ എന്ന് പറഞ്ഞാൽ തീയും ഗന്ധകവുമുള്ള തടാകം. ഗന്ധക തീപ്പൊയ്ക നമ്മൾ തർജ്ജമ ചെയ്യുന്നു. ഗന്ധക തീപ്പൊയ്ക, തീപ്പൊയ്ക, ഗന്ധക തീപ്പൊയ്ക. നിത്യ നരകാഗ്നിയുടെ പര്യായമായിട്ടാണ് ഗന്ധക തീപ്പൊയ്ക എന്നും തീപ്പൊയ്ക എന്നും ഉപയോഗിച്ചിരിക്കുന്നത്. അത് മറ്റേ നരകമല്ല. നമ്മൾ ഷിയോൾ അല്ലെങ്കിൽ ഹാദസ് എന്ന് പറയുന്ന ആ നരകത്തിന് വ്യത്യാസമുണ്ട്. ഈ നിത്യനരകം, മരണമെന്ന ധനാത്തോസും പാതാളം നരകമെന്ന ഷിയോൾ അല്ലെങ്കിൽ ഹാദസും തീപ്പൊയ്കയിലേക്ക് എറിയപ്പെട്ടു, ഗന്ധക തീപ്പൊയ്കയിലേക്ക് എറിയപ്പെട്ടു. നമ്മൾ മുമ്പ് പറഞ്ഞ നരകത്തെ, അത് മരണത്തിന്റെ താവളമാണ്, മരണത്തെയും മരണത്തിന്റെ താവളമായ നരകത്തെയും തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞു, ഗന്ധക തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞു. അങ്ങനെ നമ്മൾ വായിച്ചത് വെളിപാട് പുസ്തകം 20:14 ഞാൻ പറയണേ. ഇത് നിങ്ങളൊരു 100 വട്ടം കേൾക്കണം, എന്നാലാണ് നിങ്ങൾക്കത് മനസ്സിലാകുക. അതായത് അതിൻ്റെ ആ പൊരുള്. കാരണം നരകം എന്ന് പറയുന്നതും തീപ്പൊയ്ക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. നരകത്തിന് ഉപയോഗിക്കുന്ന വാക്ക് അല്ലെങ്കിൽ പാതാളത്തിന് ഉപയോഗിക്കുന്ന വാക്ക് ഷിയോൾ അല്ലെങ്കിൽ ഹാദസ് എന്നാണ്. തീപ്പൊയ്ക എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ഹേ ലിംനെ പ്യൂറോസ് എന്നാണ്. അല്ലെങ്കിൽ ഗന്ധക തീപ്പൊയ്ക ഹേ ലിംനെ ടു പ്യൂറോസ് കായ് തെയ്യോൺ. തെയ്യോൺ എന്ന് വെച്ചാൽ ദൈവിക തീ. നശിപ്പിക്കാനും ശുദ്ധീകരിക്കാനും ഉപയോഗിക്കുന്ന ഗന്ധകവും തീയും എല്ലാം ഉള്ള, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രകൃതിയിലെ ഒരു പ്രതീകം ഉപയോഗിച്ചിട്ട് നിത്യനരകത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയാം, ധനാത്തോസ് എന്ന മരണവും പാതാളം എന്ന നരകവും ഷിയോൾ അല്ലെങ്കിൽ ഹാദസ് തീപ്പൊയ്കയിലേക്ക് എറിയപ്പെട്ടു. അന്തിമ വിധിയിൽ പിശാചും കടലിൽ നിന്നുള്ള ഭീകര മൃഗവും കരയിൽ നിന്നുള്ള കള്ളപ്രവാചകനും മരണവും നരകവും പാതാളവും എറിയപ്പെടുന്നത് തീപ്പൊയ്കയിലേക്കാണ്. ദൈവത്തിൽ നിന്ന് തീർച്ചയായും വിച്ഛേദിക്കപ്പെട്ടവര് അവിടെ അനുഭവിക്കുന്ന അവസ്ഥയെ രണ്ടാമത്തെ മരണം എന്ന് വിളിക്കുന്നു. തീപ്പൊയ്കയിൽ എറിയപ്പെടുന്ന മനുഷ്യര്, അതുപോലെ പിശാച്, നരകം, മരണം, കള്ളപ്രവാചകൻ, ഭീകര മൃഗം, ഇവരൊക്കെ അനുഭവിക്കുന്ന അവസ്ഥയെ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നു. തീപ്പൊയ്കയിൽ അല്ലെങ്കിൽ ഗന്ധക തീപ്പൊയ്കയിൽ എറിയപ്പെടുന്നവര് അനുഭവിക്കുന്ന ഭീകരമായ യാതനകളെ, അതിനെയാണ് രണ്ടാമത്തെ മരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ ഒന്നുകൂടി തെളിച്ച് പറയാം. തീപ്പൊയ്ക എന്നത് അല്ലെങ്കിൽ ഗന്ധക തീപ്പൊയ്ക എന്നത് ഇടമാണെങ്കിൽ, രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് അവിടെ അനുഭവിക്കുന്ന, അവിടെ നേരിടുന്ന അനുഭവമാണ്, അവസ്ഥയാണ്. എന്നാൽ വിജയിക്കുന്നവരെ, സത്യവിശ്വാസികളെ തൊടാൻ രണ്ടാമത്തെ മരണത്തിന് തീപ്പൊയ്കയ്ക്ക് ശക്തിയില്ല എന്ന് വെളിപാട് 2:11 വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റവര്, അതായത് ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റവര്, ക്രിസ്തു മരിച്ചപ്പോൾ കുറെ പേര് ഉയർത്തെഴുന്നേറ്റല്ലോ, ഇല്ലേ? ഞാൻ അത് വളരെ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 50 മുതൽ 54 വരെ
ക്രിസ്തു മരിച്ച് നരകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവനെ കാത്തിരുന്ന നീതിമാന്മാർ എഴുന്നേറ്റു. ആദാമിന്റെ നേതൃത്വത്തിലും അബ്രഹാമിന്റെ നേതൃത്വത്തിലും ഒരു പാട്ടുപാടി സ്വീകരിച്ചു. ആ പാട്ടാണ് സീറോ മലബാർ സഭയിൽ സർവ്വാധിപനം കർത്താവ് എന്ന പാട്ടായിട്ട് പാടുന്നതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റവര്, അതായത് ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റവര്, മത്തായിയുടെ സുവിശേഷം 27:50-54, ആ ഉയർത്തെഴുന്നേറ്റവരെയും മാമോദീസായിൽ, അത് പഴയ നിയമത്തിൽ വിശുദ്ധരാണ്, മാമോദീസായിൽ ക്രിസ്തുവിനോടൊപ്പം മരിച്ച് ഉയർത്തെഴുന്നേറ്റവരെയും തൊടാൻ രണ്ടാമത്തെ മരണത്തിന് ഗന്ധക തീ പൊയ്കയ്ക്ക് ശക്തിയില്ല. ഇത് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ തീ പൊയ്കയെ അല്ലെങ്കിൽ ഗന്ധക തീ പൊയ്കയാണ് നിത്യനരകം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തീ നരകവും നിത്യനരകവും തമ്മിൽ വ്യത്യാസമുണ്ട്. തീ നരകം ലാസറിന്റെ കഥയിൽ, ധനവാന്റെ ലാസറിന്റെയും കഥയിൽ ഇല്ലേ, ഈ തീജ്വാലിൽ ഞാൻ കിടന്ന് ഇല്ലേ തിളക്കിയാണെന്ന് പറയുന്നതാണ്, ഇങ്ങനെ വെന്ത് ഉരുക എന്ന് പറയുന്നുണ്ട് ആ ധനവാൻ. അത് തീ നരകം. തീ നരകവും നിത്യനരകവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നിത്യനരകം എന്ന് പറയുന്നത് ഈ തീ പൊയ്കയാണ്, ഗന്ധക തീ പൊയ്കയാണ്. അത് അന്ത്യവിധിയിലാണ് അതിലേക്ക് ഇവരൊക്കെ എറിയപ്പെടുന്നത്. നരകവും പാതാളവും ഈ തീ പൊയ്കയിലേക്ക് എറിയപ്പെടുകയാണെന്ന് ഓർക്കുക. അപ്പോൾ നിത്യനരകം എന്നുള്ള വാക്ക് എന്താണ്? നിത്യനരകം കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗേഹന്ന എന്നാണ്. ഗേഹന്ന മത്തായിയുടെ സുവിശേഷം 5:22 മർക്കോസിന്റെ സുവിശേഷം 9:43 നമുക്കത് കാണാം. ഈ ഗേഹന്ന നിത്യനരകം എന്ന അർത്ഥത്തിൽ ഈശോ പറയാണ്, മൂഢ എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് അർഹനാകും. നരകാഗ്നിക്ക് ഗേഹന്ന എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക്. ഈ നരകാഗ്നി എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് ടേ ഗേ എന്ന ടു പ്യൂറോസ് എന്നാണ്. ടേ ഗേ എന്ന ടു പ്യൂറോസ്. അഗ്നിയുടെ നരകം, അഗ്നി നരകം, നരകാഗ്നി എന്ന കാക്ഷരികം. ഹീബ്രുവിലെ ഗേഹിന്നോം, ഈ ഹീബ്രു ഭാഷയിലെ ഗേഹിന്നോം എന്നാണ്. ഗേഹിന്നോം, ഗേ എന്ന് വെച്ചാൽ താഴ്വര. ഹിന്നോം എന്ന് പറയുന്നത്, ഹിന്നോം എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ഹിന്നോം താഴ്വര എന്നാണ് അതിൻ്റെ ആക്ഷരികം. ഗേഹന്ന എന്ന വാക്ക് അല്ലേ, അതിൽ ഗ്രീക്കിൽ ഗേ എന്ന ഒന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഹീബ്രുവിൽ ഗേഹിന്നോം എന്നാണ് ശരിക്കും. ഗേഹിന്നോം അതിനാണ് നമ്മൾ ഗേഹന്ന. ഗ്രീക്ക് ഗേഹന്ന ആയതുകൊണ്ട് ഗേഹിന്നോമും ഗേ എന്നായും ചേർത്ത് ഗേഹന്ന നമ്മൾ ഉപയോഗിക്കുകയാണ്. ഹിന്നോം താഴ്വര എന്നാണ്. യെറൂസലമിന് തെക്ക് ഭാഗത്തുള്ള ഒരു താഴ്വരയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചിരുന്നത്. അവിടെ എപ്പോഴും തീയുണ്ടായിരുന്നു. മാലിന്യം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എപ്പോഴും തീയുണ്ടായിരുന്നു. മാത്രമല്ല, പണ്ട് കാലത്ത് ഈ വിജാതീയ ദേവനായ മൊളോക്ക് ദേവന് നരബലിയും ശിശുബലിയും നടത്തിയിരുന്ന സ്ഥലമാണത്. 2 രാജാക്കന്മാർ 23:10, യിരെമ്യാ 7:32, 19:2 കാണാം. അപ്പോൾ നിത്യമായ അഗ്നിയുള്ള നരകം എന്ന അർത്ഥത്തിൽ ആ സ്ഥലത്തെ ഗേഹന്ന എന്ന് ഹീബ്രുവിലും അതിൻ്റെ ലിപ്യന്തരണമായി ഗേ എന്ന എന്ന് ഗ്രീക്കിലും ഉപയോഗിക്കാൻ തുടങ്ങി. നിത്യശിക്ഷ അവതരിപ്പിക്കാൻ പറ്റിയ ചിത്രമാണത്. കത്തോലിക്ക സഭയുടെ മതബോധനം 10:34, 10:35 കാണാം. അപ്പോൾ അതിനെ ഈ കർത്താവ് എന്താ പറഞ്ഞത്? മൂഢ എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നി തീ നരകം, നരകാഗ്നിക്ക് അർഹനാകും. അത് ഗേ എന്ന ടു പ്യൂറോസ്. അതിന് കർത്താവ് പറയുന്നത്, അതിനൊന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്, തീ കെടാത്തതും പുഴു ചാകാത്തതുമായ അഗ്നി തടാകം, തീ പൊയ്ക. മർക്കോസ് 9:42-48 വരെ. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അത് വെട്ടിക്കളയുക. 2 കൈകളും ഉള്ളവനായി കെടാത്ത അഗ്നിയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിൽ പ്രവേശിക്കുന്നതാണ്. നിന്റെ കാല് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അത് വെട്ടിക്കളയുക. 2 കാലുകളും ഉള്ളവനായി കെടാത്ത അഗ്നിയായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് കടക്കുന്നതാണ്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. 2 കണ്ണുകളും ഉള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നുമില്ല. ഇതാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് നരകത്തിൽ എന്ന് പറയുന്നതിന് ഉപയോഗിക്ക് ഗേ എന്ന എന്ന വാക്കാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഗേ എന്ന. ഈ മർക്കോസ് 9:47 പറഞ്ഞിരിക്കുന്നത് 2 കള്ളം ഉള്ളവനായി
ചില കയ്യെഴുത്തുപ്രതികളിൽ അഗ്നിനരകം എന്നാണ്. ചില കയ്യെഴുത്തുപ്രതികളിൽ അഗ്നിനരകം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ നരകാഗ്നി അല്ലെങ്കിൽ അഗ്നിനരകം ചരിത്രപരമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യെറൂസലേമിന് തെക്ക് പടിഞ്ഞാറ് താഴ്വരയാണ് ഗേഹന്ന, ഹിന്നോം. നരകം എന്ന യാഥാർത്ഥ്യത്തിന് പേടിപ്പെടുത്തുന്ന പ്രതീകമായി ഈ വാക്ക് സുവിശേഷങ്ങളിൽ യേശു 11 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് കാരണം ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഹിന്നോമിന്റെ മക്കളുടെ താഴ്വര എന്നതിന് പഴയ നിയമം ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന വാക്കിന്റെ ഗേ ബെൻ ഹിന്നോം. അതിന്റെ ശരിക്കുള്ള അർത്ഥം ഹിന്നോമിന്റെ മക്കളുടെ താഴ്വര. ബെൻ എന്ന് പറഞ്ഞാൽ മക്കള്, ഹിന്നോം എന്ന് ഒരാളുടെ പേര്, ഗേ എന്ന് വെച്ചാൽ താഴ്വര. ഗേ ബെൻ ഹിന്നോം, അതാണ് ഗേ ഹന്ന ആയത്. അതിന്റെ ഗ്രീക്ക് ലിപ്യന്തരണം അല്ലെങ്കിൽ തത്സമമാണ് ഗേ എന്ന. അത് നമ്മൾ ഹീബ്രും ഗ്രീക്കും കൂടി ചേർത്തിട്ട് മലയാളത്തിൽ ഗേഹന്ന എന്നാക്കി. കാനാന്യരുടെ, വിജാതിയരുടെ മൊളോക്ക് ദേവൻ, ബാൽ ദേവൻ എന്നീ വിഗ്രഹങ്ങൾക്ക് വിജാതിയര് ശിശുബലി നടത്തി അവരെ പച്ചയ്ക്ക് കത്തിച്ച് കളഞ്ഞിരുന്ന സ്ഥലമായിരുന്നു ഗേഹന്ന അഥവാ ഹിന്നോം താഴ്വര. യിരെമ്യാ 30:32, 19:1-6, 32-35, 2 രാജാക്കന്മാർ 16:3, 1 ദിനവൃത്താന്തം 28:3 കാണാം. അതിനാൽ അസഹ്യപ്പെടുത്തുന്ന വെറുപ്പിന്റെ സ്ഥലമായി ഇതിന് യഹൂദർ കരുതി. ശിശുബലിയും നരബലിയും നടത്തുന്ന സ്ഥലം, അവിടെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു. അങ്ങനെ നിത്യമായ തീ, അണയാത്ത തീയുടെ സ്ഥലം, അതുപോലെ ശിശുബലിയും നരകബലിയൊക്കെ നടത്തിയിട്ട് വെറുപ്പിന്റെ സ്ഥലം, അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഹിന്നോം താഴ്വര. പുതിയ നിയമ കാലയളവിൽ ഈ ഹിന്നോം താഴ്വരയിൽ മാലിന്യം തള്ളുകയും അത് കത്തിക്കുകയും ചെയ്തിരുന്നു. സദാസമയം തീയും പുകയും ഉണ്ടായിരുന്ന ഇടം, ശിശുബലിയും നരബലിയും നടത്തി വെറുപ്പിന്റെ ഇടം, നമ്മളെ ഛർദ്ദിക്കാനായിട്ട് വരുന്ന തരത്തിൽ നമ്മളെ അസഹ്യപ്പെടുത്തുന്ന സ്ഥലം. അത് ശുദ്ധീകരണത്തിന്റെ അഗ്നിയല്ല, നിത്യശിക്ഷയുടെ സ്ഥലമാണ് എന്ന് പഠിപ്പിക്കാൻ യേശു പ്രത്യേകം ഉപയോഗിക്കുകയാണ്. മത്തായി 5:22 നമ്മൾ കണ്ടു കഴിഞ്ഞു. 18:9, 23, 23 കാണാം. മരണാനന്തര ജീവിതത്തിൽ ദുഷ്ടരുടെ ശരീരങ്ങൾ നരകശിക്ഷ നിത്യമായി അനുഭവിക്കും എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ബൈബിളിലെ മറ്റ് പല വചനങ്ങളും ഭീതിജനകമായി ഈ സത്യത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. യെശയ്യാ 33:14, 66:24, യൂദാ 7, വെളിപാട് 20:10. അതിൽ യെശയ്യായുടെ പുസ്തകത്തിൽ 66:24 നമുക്കൊന്ന് വായിക്കാം. 66:24, അതായത് ഏറ്റവും അവസാനത്തെ വചനം. യെശയ്യായുടെ പുസ്തകത്തിലെ പ്രവചനത്തിലെ അവസാനത്തെ വചനം, 66-ാമത്തെ അധ്യായം അവസാനത്തെ വചനം. അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവയിലെ പുഴു ചാവുകയില്ല, അവരുടെ അഗ്നി ശമിക്കുകയുമില്ല, അവർ സകല ജനത്തിനും അറപ്പായിരിക്കും. ഇതാണ് യെശയ്യായുടെ പ്രവചനത്തിൽ അവസാനത്തെ വചനം. ദൈവത്തിനെതിരെ പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മതത്തോടും കൂടി കുറ്റകൃത്യങ്ങൾ ചെയ്തവരെല്ലാം വധിക്കപ്പെടും. കൊല്ലപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ എണ്ണമറ്റതായിരിക്കും. അവ തിന്നുന്ന പുഴുക്കൾ ചത്തുപോകില്ല, കാരണം അത്രയധികമായിരിക്കും ശവശരീരങ്ങളുടെ എണ്ണം. അതാണ് സൂചിപ്പിക്കുന്നത്. ശവം കത്തിച്ച് കളയാൻ ഉപയോഗിക്കുന്ന തീ കെട്ടുപോകില്ല, അത്രയധികമായിരിക്കും മൃതശരീരങ്ങളുടെ എണ്ണം. ഈ ചിത്രം ഉപയോഗിച്ച് മഹാദുരന്തം, സുനിശ്ചിതമായ ശിക്ഷ, ഭയാനകമായ നാശം എന്നിങ്ങനെ അഗ്നിനരകം അല്ലെങ്കിൽ തീ നരകം എന്ന ശിക്ഷയുടെ ശാശ്വത സ്വഭാവത്വം വെളിപ്പെടുത്തുകയാണ്. ശവക്കുഴിയുടെ അപ്പുറത്ത് നിത്യമായ സ്വർഗമുള്ളതുപോലെ നിത്യമായ നരകം, അതായത് തീ പൊയ്ക, ഗന്ധക തീ പൊയ്ക എന്ന അഗ്നിനരകമുണ്ട്, തീ നരകമുണ്ട്. അപ്പൊ നരകവും തീ നരകവും തമ്മിൽ, തീ പൊയ്കയും തമ്മിൽ അന്തരമുണ്ട്. അന്തിമ വിധിയോടെ മരണത്തെയും നരകത്തെയും തീ പൊയ്കയിലേക്ക് എറിയുന്നു. ഈ തീ പൊയ്കയിലെ അവസ്ഥയെ രണ്ടാമത്തെ മരണം എന്ന് വിളിക്കുന്നു. നിത്യമായ നാശവും ആളായി മാറിയ ആത്മാവിന്റെ ശാശ്വത മരണവും എന്ന അവസ്ഥയാണ് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണത്തെ തീപ്പൊയ്കയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട്. അതായത് അന്തിമ ശിക്ഷയുടെ ഇടമാണ് തീപ്പൊയ്ക, ഗന്ധക തീപ്പൊയ്ക എന്ന് പറയുന്ന തീപ്പൊയ്ക. അവിടെ നേരിടുന്ന അനുഭവം, അവസ്ഥ, അതാണ് രണ്ടാമത്തെ മരണം. ഒന്നുകൂടി ഞാൻ തെളിച്ച് പറയാണ്, അന്തിമ ശിക്ഷ വിധിയുടെ ഇടമാണ് തീപ്പൊയ്ക, ഗന്ധക തീപ്പൊയ്ക. അന്തിമ വിധിയിൽ പിശാചും ഭീകരമൃഗവും കള്ളപ്രവാചകനും മരണവും നരകവും ഈ പൂർണ്ണമായും ദൈവത്തിൽ വിച്ഛേദിക്കപ്പെട്ട, അതായത് പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ സമ്മതത്തോടും മാരക പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ട മനുഷ്യരും എറിയപ്പെടുന്നത് ഈ തീ പൊയ്കയിലേക്കാണ്. അവിടെ അവരനുഭവിക്കുന്ന അവസ്ഥയെ രണ്ടാമത്തെ മരണം എന്ന് വിശേഷിപ്പിക്കുന്നു. ചുരുക്കത്തില് തീ പൊയ്ക എന്നത് അന്തിമ വിധിയുടെ സമയത്ത് മരണവും
നരകവും ഈ പിശാചും ഭീകരമൃഗം, സമുദ്രത്തിൽ ഭീകരമൃഗവും കരയിൽ നിന്നുള്ള മൃഗമായ കള്ളപ്രവാചകനും പിന്നെ നരകശിക്ഷയ്ക്ക് വിധേയപ്പെട്ട മനുഷ്യരും ദുഷ്ടരായ മനുഷ്യരും എറിയപ്പെടുന്നത് ഈ തീപ്പൊയ്കയിലേക്കാണ്, ഗന്ധക തീപ്പൊയ്കയിലേക്കാണ്. അപ്പം ഈ നരകവും തീ നരകവും തമ്മിൽ വ്യത്യാസമുണ്ട്. നരകവും അഗ്നി നരകവും തമ്മിൽ വ്യത്യാസമുണ്ട്. അഗ്നി നരകത്തെ തീ നരകത്തെ വിളിക്കുന്നതാണ് തീപ്പൊയ്ക അല്ലെങ്കിൽ ഗന്ധക തീപ്പൊയ്ക. അവിടേക്ക് എറിയപ്പെടുന്നത് അന്തിമ വിധിയിലാണ്, കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് ശേഷം. അതിനു മുമ്പ് മരിച്ചവരെല്ലാവരും ഇല്ലേ ചെന്ന് പറ്റുന്ന സ്ഥലമാണ് പാതാളം അല്ലെങ്കിൽ നരകം എന്ന് പറഞ്ഞത്. അവിടേക്ക് യേശു ഇറങ്ങി. എന്നിട്ട് അന്ന് അവിടെ കാത്തിരുന്ന പഴയ നിയമത്തിൽ വിശുദ്ധരെ എല്ലാം അവൻ ഉയർപ്പിച്ചു. അവിടെ നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ലാസറിൻ്റെ ലാസറിൻ്റെ കഥയിൽ ധനവാനെ പോലെയുള്ളവരുണ്ട്. അവർ അന്തിമ വിധിയിൽ ഉയർപ്പിക്കപ്പെട്ട് ഈ തീ പൊയ്കയിലേക്ക് എറിയപ്പെടും. കാര്യം ക്ലിയറാണെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ചുകൂടെ. പിന്നെ സ്വർഗം നരകത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് എനിക്കും പറയാൻ പറ്റുള്ളൂ. ബൈബിൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ശരിയായ അവസ്ഥ നരകത്തിലാണെങ്കിൽ വളരെ ഭീകരമാണ്, തീ പൊയ്കയിലെ ഭീകരമാണ്. നമുക്കത് വർണ്ണിക്കാനൊന്നും കഴിയില്ല. കർത്താവ് ചില വാക്കുകൾ ഉപയോഗിച്ച് പുഴു ചാകില്ല, തീ കെടില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഭീകരത അവതരിപ്പിച്ചു. അതുപോലെ തന്നെ സ്വർഗത്തിലെ അവസ്ഥ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത വിധം അത്ര സന്തോഷമുള്ളതാണ്. അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. ബൈബിളിലുള്ള കർത്താവ് വെളിപ്പെടുത്തിയിടത്തോളമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാര്യങ്ങൾ ക്ലിയറായി ഞാൻ വിചാരിക്കണം. ഈശോ നരകത്തിലേക്ക് ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് ഷിയോൾ അല്ലെങ്കിൽ ഹാദസ് എന്നാണ്. ഗേഹന്ന എന്ന് പറഞ്ഞാണ് ഈ നരകാഗ്നി എന്ന് പറയുന്നത്. അതിന് വെളിപാട് പുസ്തകം ഉപയോഗിക്കുന്ന വാക്ക് കർത്താവ് ഗേഹന്ന എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നരകാഗ്നി എന്ന് പറഞ്ഞു. വെളിപാട് പുസ്തകം ഉപയോഗിക്കുന്നത് തീപ്പൊയ്ക അല്ലെങ്കിൽ ഗന്ധക തീപ്പൊയ്ക എന്നാണ്. പാതാളത്തെയും അല്ലെങ്കിൽ നരകത്തെയും മരണത്തെയും അന്തിമ വിധി കഴിയുമ്പോൾ ഈ തീ പൊയ്കയിലേക്ക് എറിയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഈ പിശാചും എല്ലാം പിന്നെ ഈ പറഞ്ഞ ദുഷ്ടരെല്ലാവരും ഈ പറഞ്ഞ വർണ്ണിക്കാനാവാത്ത വിധം നരകയാതന അനുഭവിക്കുന്നത്, ശാശ്വതമായിട്ട് അനുഭവിക്കുന്നത്. അത് തീ നരകം അല്ലെങ്കിൽ തീ പൊയ്ക, ഗന്ധക തീ പൊയ്ക. ഇത് രണ്ടും തമ്മിലുള്ള വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നതും ഇതും തമ്മിലുള്ള ആ അന്തരം വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയും നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുകയും ഞാൻ പറഞ്ഞ വചനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്താൽ ഒരു പക്ഷേ കുറേ കൂടി കാര്യങ്ങൾ വെളിപ്പെടും. എൻ്റെ വീഡിയോസ് കാണുമ്പോഴൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ബൈബിൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞ വചനവും പിന്നെ POC ബൈബിളും സത്യവേദ പുസ്തകവും പിന്നെ ഇംഗ്ലീഷ് അറിയാവുന്ന ഇംഗ്ലീഷ് പുസ്തകം ബൈബിളൊക്കെ വെച്ച് ഒന്ന് പഠിക്കുന്ന തരത്തിൽ ചെയ്താലാണ് നിങ്ങൾക്ക് അതിൻ്റെ ആഴത്തിലേക്ക് കടക്കാൻ പറ്റുക. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് തയ്യാറാകണം. ഇപ്പം ആരോ ആ കമൻ്റ് ഇട്ടത് കൊണ്ടാണ് എനിക്കിത്, അതല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഇത് എനിക്ക് വിശദീകരിക്കാനായിട്ട് തോന്നിയത്. അതുകൊണ്ട് കമൻറ്റുകൾ ഞാൻ വെൽക്കം ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അതിനിപ്പോൾ പൊട്ട സംശയമാണെങ്കിലും അയ്യോ ചോദിച്ചാൽ ഞാൻ മണ്ടിയാവുമോ മണ്ടനാവുമോ എന്ന് പേടിക്കാതെ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ നമുക്ക് കുറേയും കൂടി ഇതുപോലെ പഠിച്ച് മുന്നോട്ട് പോകാം. തിരുവചനങ്ങൾ ആഴത്തിലേക്ക് കടക്കാം. അത് മരണത്തിനപ്പുറത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് തിരിച്ചറിയാൻ കർത്താവ് വെളിപ്പെടുത്തിയ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുള്ളൂ. അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്, കർത്താവിനെ തന്നെ കാണുകയാണ്. കർത്താവിൻ്റെ വചനത്തെ ദൈവവചനം എന്നാണ് കർത്താവിൻ്റെ പേര് വെളിപാട് പുസ്തകത്തിൽ. അപ്പോൾ ആ ദൈവവചനത്തെ തന്നെയാണ്, ദൈവവചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ദൈവവചനത്തെ തന്നെയാണ് നമ്മൾ ദൈവവചനവുമായിട്ടാണ് ക്രിസ്തുവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ് അവൻ്റെ തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ. ആ തിരുവചനങ്ങളെയാണ്, വചനത്തെയാണ് ജീവൻ്റെ അപ്പമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് കുർബാനയാണ്. പക്ഷേ ജീവൻ്റെ അപ്പത്തിന് രണ്ടർത്ഥമുണ്ട്. വചനം എന്ന അർത്ഥമുണ്ട്, കുർബാന എന്ന അർത്ഥമുണ്ട്. രണ്ടും നിഷേധിക്കാൻ പാടില്ല. അപ്പോൾ കുർബാനയിൽ കർത്താവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തിരുവചനങ്ങളിൽ കർത്താവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. അതിന് ആഴത്തിലേക്ക് കടക്കണം. വ്യാഖ്യാതാവില്ലാതെ എങ്ങനെ വചനം മനസ്സിലാകുമെന്ന് എത്യോപ്യയിലെ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഫിലിപ്പിനോട് ചോദിക്കുന്നുണ്ട് സ്ലീഹന്മാർ നടപടി പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ നമുക്ക് വ്യാഖ്യാതാക്കൾ വേണം, നല്ല പുസ്തകങ്ങൾ വേണം. അതുപോലെ എന്നെപ്പോലെയുള്ള അത്ര വലിയ അല്പപ്രജ്ഞരാണെങ്കിലും അങ്ങനെയുള്ള വ്യാഖ്യാതാക്കൾ വേണം. അപ്പോൾ നമുക്ക് വചനത്തിന് ആഴത്തിലേക്ക് കടക്കാൻ പറ്റും. കർത്താവുമായി കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം എൻ്റെയും നിങ്ങളുടെയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.